നമസ്കാരം, എല്ലാവർക്കും വിൻമേ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ളൊരു എഗ് ചില്ലിയാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തെല്ലാം നോക്കാം. ഞാനിവിടെ ഒരു 3 മുട്ട പുഴുങ്ങിയിട്ട് ഇങ്ങനെ 4 ആയിട്ട് കീറി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ക്യാപ്സിക്കം ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഒരു സവാള അതുപോലെ തന്നെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ഞാൻ സ്പ്രിംഗ് ഓണിയനിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിന് പുറമെ ഒരു ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ്, 1 ടീസ്പൂണ് ചില്ലി സോസ്, 1 ടീസ്പൂണ് സോയാ സോസ്, ഇത് 3ഉം കൂടി ഞാൻ ചേർത്ത് വെച്ചാണിത്. പിന്നെ അതുപോലെ തന്നെ 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി, കുറച്ച് ഓയിൽ, പിന്നെ 1 ടീസ്പൂണ് കുരുമുളക് പൊടി. പിന്നെ നമുക്ക് കുറച്ച് മൈദ വേണം. അതിന് പുറമെ ഞാൻ ഒരു 2.5 ടേബിൾ സ്പൂൺ വീതം കോൺഫ്ലോറും മൈദയും കുറച്ച് ഉപ്പും കൂടിയിട്ട് കുറച്ച് വെള്ളത്തിൽ മിക്സാക്കി വെച്ചതാണിത്. ഇത്രയാണ് ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ. അപ്പോൾ ഞാൻ കോൺഫ്ലോർ മിക്സാക്കി വെച്ചതിൽ ഒരു 1/2 ടീസ്പൂണ് കുരുമുളകും കൂടി ചേർത്ത് മിക്സാക്കിയിട്ടുണ്ട്. ഇനി അതിൽ നമുക്ക് മുക്കിയിട്ടാണ് നമ്മൾ മുട്ട ആദ്യം വറുത്തെടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ എടുത്തു വെച്ച ഈ മുട്ടയിൽ നിന്ന് ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ വെറും മൈദ എടുത്ത് വെച്ചിട്ടില്ലേ, അതിലൊന്ന് കോട്ട് ചെയ്യണം ഈ മുട്ടകൾ. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ കോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കോൺഫ്ലവർ മിക്സിൽ ഇടുമ്പോൾ നമുക്ക് നേർക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിനി എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ. നമുക്കിത് ഓരോന്നോരോന്നായിട്ട് പൊരിക്കാൻ വേണ്ടിയിട്ട് ഇടാം. നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മളെ മുട്ടയെല്ലാം ഞാൻ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രം വെച്ചിട്ട് ഞാൻ എണ്ണ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന്, അധികം മൊരിഞ്ഞു പോകുന്നു വേണ്ട, ചെറുതായിട്ടൊന്ന് എണ്ണയിലൊന്ന് വഴന്ന് വരുവേ വേണ്ടു. നമുക്കിതിലേക്ക് എടുത്തു വെച്ച സവാള ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്കാവണം. എടുത്തു വെച്ച ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഇറക്കി കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. നമ്മൾ കുറച്ച് ഉപ്പ് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഇതിലെല്ലാം ഉപ്പ്, നമ്മളെ സോസിലെല്ലാം ഉപ്പുള്ളതാണല്ലോ, അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മളെടുത്ത് കളറിന് വേണ്ടി നമ്മളെടുത്ത് വെച്ച് കാശ്മീരി ചില്ലി കൂടി ഇട്ട് കൊടുക്കാം. മുളകിടുമ്പോൾ ഫ്ലെയിം കുറച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഈ മുളകിൻ്റെ ആ ഒരു പച്ച മണം ഒന്ന് പോകുമ്പോൾ നമുക്കിനി നമ്മളെടുത്ത് വെച്ച സോസ് ഉണ്ടല്ലോ, നമ്മൾ 3 തരം സോസും കൂടി ഒരുമിച്ചാക്കിയിട്ട് ഇട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക്. ഇതൊന്ന് ചൂടാകട്ടെ. ഇനി നമ്മൾ ഒരു 1/2 ടീസ്പൂണ് കോൺഫ്ലവർ, ഒരു 2 ടീസ്പൂണ് വെള്ളത്തിൽ കലക്കിയതാണ് ഇത്. അതും കൂടി ഒഴിച്ചു കൊടുക്കുക. നമ്മളിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച മുട്ട ഇട്ട് കൊടുക്കാം. ഇതിൽ നല്ലോണം മിക്സാക്കി കൊടുക്കണം ഇത്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് സെലറിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചില്ലി എഗ്ഗിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ എഗ് ചില്ലിയുടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്, അധികം എരിവൊന്നുമില്ല, അടിപൊളി ടേസ്റ്റുള്ളൊരു ഡിഷാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും എല്ലാം ചെയ്യണേ. പിന്നെ എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.